ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റിയ ആൻഡ് റുഷ്ദ. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോവാണ് ഗൈസ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എവിടേക്കാണ് പോണേ, എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ പതിയെ കാണിച്ചു തരാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഐമണും ഉമ്മയൊക്കെ മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. റുഷ്ദ പിന്നെ എല്ലാ പരിപാടിക്കും ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് അവൾ പിന്നാലെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ലോങ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഡേ 2 കാണിക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ ഞങ്ങൾ ആവേശത്തോടെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ പകുതി വെച്ച് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ വെറുതെ കാലിക്കറ്റ് വന്നതായിരുന്നു കേട്ടോ. ആ ടൈമിലായിരുന്നു ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ പോയി ഡോക്ടറെ കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ലോങ് വീഡിയോ ഫുള്ളായിട്ടില്ല കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന തിരക്കും പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് വരുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന വ്ളോഗൊക്കെ എടുക്കാൻ ഞാൻ മറന്നും പോയി. ആകെ അടപടലും മൂഞ്ചിയ ഒരു വ്ളോഗായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ മോനിക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ മര്യാദയ്ക്കൊന്ന് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നും ഞാൻ വലിയ ആളായി ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇൻട്രോ ഞാൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതും കൊളാവോ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഐമണ്ണ് ജെംസ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ ജെംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബേപ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ എക്സ്പെക്റ്റേഷനോട് കൂടെ വന്നതാണ്. പക്ഷേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവമായിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വണ്ടിയും നിറയെ പോലീസും സംഭവമൊക്കെ സെറ്റാണ്. നിറയെ ആൾക്കാരെ കൊണ്ട് നമുക്ക് അവിടേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രിയായിരുന്നു മുഴുവൻ പരിപാടി എന്നായിരുന്നു കേട്ടോ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ഉച്ചയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുടയൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമുക്ക് ഈ മാളുകളൊക്കെ നടക്കുകയുള്ളൂ, ഈ വെയിലത്തുള്ള പരിപാടിയൊന്നും നടക്കൂല, ബീച്ചൊന്നും സെറ്റ് ആവില്ലാന്ന്. പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി പാരാഗ്ലൈഡിങ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ സ്റ്റേജൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആക്ടർ വിനീത് ശ്രീനിവാസൻ വരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. പിന്നെ വെള്ളംകളി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പരിപാടി. ഓവറൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മളൊരു ഐസ്ക്രീമും കഴിച്ചു. ഐമന് ഹെലികോപ്റ്ററൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തരം കളിപ്പാട്ടങ്ങളായിട്ട് കുറേ ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. മാലാവള അങ്ങനത്തെ ഐറ്റംസുള്ള അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പോയി 1.25 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് തിരിച്ചു പോന്നു. വെയിലായിരുന്നു. പക്ഷെ നമ്മൾ പോരുമ്പോൾ വെയിലൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം വന്നിട്ട് ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോൻക്കും ഐമണ്ണുള്ള ഫുഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും ഒരാളെ പരിപാടി ഇതാ ജംസ് തീറ്റയും അതുപോലെ തന്നെ ഫ്രീ ഫയർ കളിയുമാണ് കേട്ടോ. ഒന്നല്ല കേൾക്കൂല, ഓളെ സൗണ്ട് ഈസിയിലിരുന്നിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് ഈസിയിൽ തണുത്ത വെള്ളം കുടിക്കാൻ പഠിച്ചോ? ഫുഡ് വരുന്ന സമയം കൊണ്ട് ഒരു പെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫില്ല് ചെയ്യാനില്ലേ അല്ലേ? ഏതോ ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിരുന്നു. ഞാനത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമല്ല സാധനം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്ന നേരം കൊണ്ട് ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാനൊരു മിൻറ്റ് ലൈമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ മിൻറ്റ് ലൈമ മസ്റ്റാണ് കേട്ടോ. പിന്നെ ബീഫ് കൊണ്ടാട്ടോ അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഒരു കുട്ടി വ്ളോഗായി പോയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.